ദേ, കൃത്യസമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഗ്യാസ് ഉരുണ്ട് നെഞ്ചിലേക്ക് കയറും. ഉരുണ്ട് കയറാൻ ഗ്യാസ് എന്താ റോഡ് റോളറാണോ? അല്ല, ചേച്ചിക്ക് അവരെ നേരത്തെ അറിയോ? ഏയ്, എനിക്കറിയില്ല. അല്ല, ഞാൻ ആ വീട്ടുടമസ്ഥരെ ഒന്നും കണ്ടില്ലല്ലോ. അവിടുത്തെ ഒരു ലക്ഷണമൊക്കെ കണ്ടിട്ട് പറഞ്ഞതാ. എന്തായാലും അയൽക്കാരല്ലേ ചേച്ചി, ഒന്ന് പരിചയപ്പെടണം. പോരാത്തതിന് അവരുടെ ഔദാര്യം കൊണ്ട് കൂടിയാ നമ്മളിവിടെ കഴിയുന്നേ. അയ്യോ എടാ, നീ അവരെ കാണാനും പരിചയപ്പെടാനൊന്നും പോകണ്ട. നിനക്കിപ്പോ ചെറിയൊരു തളർച്ചയല്ലേ വന്നിട്ടുള്ളൂ. പക്ഷേ അവര് നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒന്നും ചേർന്നവരല്ലെന്നാ എനിക്ക് ആദ്യ കാഴ്ചയിലേ തോന്നിയത്. ഇനി ഞാൻ ആ വീട്ടിൽ കാലെടുത്ത് കുത്തില്ല, അത് ഞാൻ തീരുമാനിച്ചു. നീയും പോണ്ട. ശേരട്ടാ, ഒന്ന് വരൂ. എന്താ യാമിനി, കാര്യം പറയേ. ശേരട്ടാ, വീട്ടില് അത്യാവശ്യ സാധനങ്ങളൊക്കെ തീർന്നു, ഒക്കെ വാങ്ങിക്കണം. ശേരട്ടൻ ഇത് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വയ്ക്കോ എന്ത് വേണമെങ്കിൽ ചെയ്തോ. സാധനങ്ങൾ വാങ്ങിക്കണം, ലിസ്റ്റ് ഞാൻ തരാം. അത് പിന്നെ യാമിനി, ഇതുകൂടി വിറ്റ ഇപ്പോ ഭംഗിയോ സൗന്ദര്യമോ ഒന്നല്ലല്ലോ ശേഖരേട്ടാ നമുക്ക് വലുത്. വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോണ്ടേ. ഇതാ, ഇത് പിടിക്കേ. പിന്നെ പ്രതാപേട്ടനെ ഇതൊന്നും അറിയണ്ട, സങ്കടാവും. പാവം, എല്ലാവർക്കും വാരിക്കോരി കൊടുത്ത മനുഷ്യനാ. ചെല്ല്. അതേ സാവിത്രി, അങ്ങനെ കഷ്ടകാലങ്ങളെല്ലാം മാറി സന്തോഷായി. വർമ്മ സാറിന്റെ വീടോ? അത് എത്ര കോടിക്കാമോ വാങ്ങിയെന്നറിയില്ല. മോഹവിലയ്ക്ക് വാങ്ങിയതായിരിക്കും. അതെ, എന്റെ മോന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അവനൊരു 10 വീട് വാങ്ങാനുള്ള ആസ്തിയുണ്ട്. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലം കഴിഞ്ഞു. ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടിയപ്പോഴുള്ള അവളുടെ ഒരു സന്തോഷം. അവൻ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട കാശാ സാവിത്രി. ഇങ്ങനൊരു മോനെ കിട്ടിയത് എന്റെ ഭാഗ്യോ. അവൻ ആയുസ്സും ആരോഗ്യം കൊടുക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഈ വീട് വാങ്ങിയതോ? അതൊരു വാശി തന്നെയാ സാവിത്രി. മനുഷ്യനായ ഒരല്പം വീറും വാശിയൊക്കെ വേണ്ടേ? അങ്ങേര് ജീവിതകാലം മുഴുവനും എൻ്റെ മോനെ സ്നേഹിച്ച ഒരു മനുഷ്യനാ. ഒറ്റ പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടുള്ളൂ. അത് ക്ഷമിക്കാവുന്ന കുറ്റം തന്നെയാ. ഈ വീട് വർമ്മ സാറിന് ഞാൻ എങ്ങനെയാ തിരിച്ചു കൊടുക്കുന്നത്? മറ്റാരും ഇത് കൊണ്ടുപോകാതിരിക്കാനാ ഞാൻ തന്നെ ഇത് വാങ്ങിച്ചത്. ഇതെനിക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ, ഒരു ഗുരുദക്ഷിണയായിട്ട്. ഈ ശേഖരട്ടം വരാൻ താമസിക്കുന്ന എന്താ? ചെറിയ വേറെ എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞോ? ഇല്ല മോളെ, പലചരക്ക് കടയിൽ തന്നെ പോയത്. ഇപ്പൊ വരുമായിരിക്കും. അച്ഛന് ആഹാരം കഴിക്കേണ്ട സമയമായി ചെറിയമേ. ഏട്ടന് വിശന്നു തുടങ്ങിയോ? ഏയ് ഇല്ല യാമിനി, എനിക്കല്ലെങ്കിൽ ഈ ഇടയായി വിശപ്പ് തീരെ കുറവാ. ശേഖരട്ടൻ ഒരു സാധനം വാങ്ങിക്കാൻ വിട്ടുപോയി, കടയിലേക്ക് പോയിരിക്കുക. ഇപ്പൊ വരും. വന്നാ ഉടനെ ആഹാരം തരാം. നീ ടെൻഷൻ അടിക്കാതെ. ഇനിയിപ്പോ കുറച്ച് താമസിച്ചാലും ഒരു കുഴപ്പമില്ല.
പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്. ദേ, കൃത്യസമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഗ്യാസ് ഉരുണ്ട് നെഞ്ചിലേക്ക് കയറും. ഉരുണ്ട് കയറാൻ ഗ്യാസ് എന്താ റോഡ് റോളറാണോ? നിനക്കറിയാലോ പ്രതാപ, ആഹാര കാര്യത്തിനോടുള്ള എന്റെ കൃത്യനിഷ്ഠ. എനിക്കത് പണ്ട് മുതലേ ഉള്ള ശീലോ. ദേ, വിശപ്പിന്റെ കാര്യത്തിൽ ഞാനൊരു പിശാച. അല്ലാതെ തന്നെ പിശാചാണല്ലോ. എന്താടി ചിരിക്കുന്നേ? ചേച്ചി, ചിരി മറന്നുപോയവരല്ലേ ചേച്ചി നമ്മളെല്ലാവരും. അവര് ചിരിക്കട്ടെ. ചിരിക്കുന്നവരും ചിരിപ്പിക്കുന്നവരും എത്ര ഭാഗ്യവന്മാരാ. അവരുടെ അത്രയും പോസിറ്റീവായ മറ്റൊരു മനുഷ്യരില്ല. കൂടുതൽ ചിരിയേ ആപത്താണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചെറിയമേ, നീ ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് എടുത്തണമെന്നോ? ഓട്ടോക്കാരൻ സഹായിച്ചു കേട്ടോ. ചെറിയ ഇങ്ങെടുക്ക്. ആ, നിനക്കിതൊന്നും ശീലമില്ലാത്തല്ലടാ. അതിനെന്താ ഏട്ടാ കുഴപ്പം? നമുക്ക് ആവശ്യമുള്ള പലചരക്ക് സാധനങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുന്നത് തെറ്റാണ്. ഏട്ടാ, ഒരു 10 മിനിറ്റ് ഇപ്പൊ റെഡിയാക്കാം. മോള് വാ. ഇതിലൊക്കെ എന്താ തെറ്റ്? IAS-കാര്, IPS-കാര്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അവരവരുടെ ഭാര്യമാരെയും കൂട്ടിക്കൊണ്ടു വന്നാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത്. പിന്നെയാ ഇവൻ. എന്നാലും ഇങ്ങനെ ഒരു അഷ്ടദാരിദ്ര്യം വരുന്നു ഞാൻ ഓർത്തില്ല. ഇതൊന്നും ദാരിദ്ര്യമല്ല പ്രതാപ. ആ, കോടാനുകോടികളുടെ സ്വത്തുള്ള ആളാ ഞങ്ങളുടെ ക്ലബിന്റെ പ്രസിഡന്റ് തെയ്യാമ്മ ചെറിയന്റെ ഭർത്താവ് ചെറിയാൻ. പക്ഷേ അയാള് വായും പൊളിച്ച് കിടക്കാൻ തുടങ്ങിയിട്ടേ വർഷം 10 ഒരു തരി ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഏതാ ദാരിദ്ര്യം? യാമിനി, എന്താ ശരിയേട്ടാ? ഇതാ ഇത് നീ പേടിക്കണ്ട, മുക്കോണ്ട. പിന്നെ നിന്റെ കഴുത്ത് ഒഴിഞ്ഞു കിടക്കണ്ട. മാത്രമല്ല, ഏട്ടനൊരു സംശയത്തിന് ഇട കൊടുക്കണ്ട.